പക്ഷെ നസീർ സാറിനാണ് പടം കൊടുത്തത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് മമ്മൂട്ടി, മമ്മൂക്ക. പിന്നെ ഞങ്ങൾ മമ്മൂക്കൻ്റെ ആൾക്കാരെ ഞാനും ലാലേട്ടനും കൂടി ഒരു ഉഗ്രൻ അടിയുണ്ട്, ഒരു നാടൻ അടി. അത് കമ്പോസ് ചെയ്ത ലാലേട്ടനാണ്. ഈശ്വര വിശ്വാസം എപ്പോഴും ദൈവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അതില്ല എന്ന് പറയണല്ലോ. രൂപമില്ലാത്ത ഒരു മനുഷ്യൻ, രൂപം മാത്രമേ ഒരു നടനോട് ആവശ്യപ്പെടുന്നു. വികാരങ്ങൾ മുഴുവൻ അയാളുടേതാണ്. MT സാറിന്റെ അരിങ്ങോടരല്ലേ വടക്കൻ വീരകഥയിൽ കൃത്യമായ ഡയലോഗ് പറയുന്നുണ്ട്. കാണാത്ത അടവുകൾ കാണുമ്പോൾ കള്ളക്കോൽ എന്ന് പറയുന്നു, അത് പഠിപ്പ് തികയാത്ത ദോഷം. ക്യൂറേറ്റഡ് ഫീച്ചറിംഗ് ഹരീഷ് പാരഡി. നമസ്കാരം. നമസ്കാരം. കുറേ കണ്ടിട്ട്. നിങ്ങൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ഇരിക്കാൻ? എവിടെ ഈ സിനിമയാണല്ലോ, സിനിമ കാരണമാണ് നമ്മളിപ്പോൾ സംസാരിക്കാതിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സിനിമ ഏതായിരിക്കും? ആദ്യമായിട്ട് കണ്ട സിനിമ കുമാരസംഭവമാണ് ഇത്രേ. കാരണം ഞാൻ കണ്ടിട്ടില്ല, വളരെ ചെറുതായി കയ്യിലൊക്കെ എടുത്ത് കൊണ്ടു നടക്കുന്ന പ്രായത്തില് അമ്മ പറഞ്ഞു കേട്ടില്ലായിരുന്നു. കുമാരസംഭവം എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി ഒരു പടം ഉണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റ് പടം, ദൈവത്തിന്റെ പടം. അതായിരുന്നു ഞാൻ കണ്ടതെന്ന് അമ്മ പറഞ്ഞതുകൊണ്ട് ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞാൻ കണ്ട പടം ഏതായിരുന്നു എന്നുള്ളത് എനിക്ക് എങ്ങനെ കൃത്യമായിട്ട് പറയാം ആദ്യം എന്നുള്ള ഓർമ്മ. പക്ഷെ പ്രേം നസീർ സാറിൻ്റെ പടങ്ങളാണ്. ഞാൻ പ്രേം നസീർ സാറിൻ്റെ ആരാധകനായിരുന്നു. ഞങ്ങൾ വീട്ടിൽ ഞാനും അമ്മയും പ്രേം നസീറിൻ്റെ ആരാധകരായിരുന്നു. എൻ്റെ ഓർമ്മയിൽ അജയനും വിജയനും ഒക്കെയാണ് ഉള്ളത്. അതിൻ്റെ മുന്നേ ഉള്ളതും കണ്ടിട്ടുണ്ട് കേട്ടോ, കുറേ തച്ചോളി അമ്പു അങ്ങനെയൊക്കെയുള്ള ആ സീരീസൊക്കെ, വടക്കൻ പാട്ടുകളൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഏട്ടനും ചേച്ചിയും ഉണ്ട്. അവർ മെല്ലെ കുറച്ച് കഴിഞ്ഞ് സോമൻ സുകുമാരനൊക്കെ വന്നപ്പോൾ അങ്ങോട്ട് ചേഞ്ച് ആയി. നിങ്ങളെപ്പോഴും പോയി? ഞാനും അമ്മയും പ്രേം നസീറിൽ നിന്നു. പക്ഷെ നസീർ സാറിനാണ് പടം കൊടുത്തത്. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ആളാണ് മമ്മൂട്ടി, മമ്മൂക്ക. പിന്നെ ഞങ്ങൾ മമ്മൂക്കൻ്റെ ആൾക്കാരെ ഈ സിനിമ എപ്പോഴും പറയുമ്പോൾ ഈ വലിയ സ്ക്രീനിലെ വണ്ടർ, അതിനാണ് എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. അത് ചിലപ്പോൾ റിയൽ ലൈഫായിരിക്കും കാണിക്കുന്നത്. സ്റ്റിൽ അവിടെ നമുക്ക് എല്ലാവർക്കും കുറേ പേർക്ക് ഒരുമിച്ചിരുന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തോ ഈ വലിയ സ്ക്രീനിലുണ്ട്, ആ വെളിച്ചത്തിലുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷനിൽ നമ്മളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നത്. അങ്ങനെ സിനിമ ഹുക്ക് ചെയ്യുന്നൊരു സമയം ഉണ്ടാവില്ലേ, ഈ നസീർ, മമ്മൂട്ടി, ഇതിനൊക്കെ അപ്പുറം സിനിമ എവിടെയോ കണക്ട് ചെയ്യുന്നത്, അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും അത്തരം മൊമെന്റുകൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും വീണ്ടും സിനിമ കാണാൻ പോകുന്നത്. കാരണം നമുക്ക് ഇവരെയൊക്കെ താരങ്ങളാവുന്നതിൻ്റെയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളെ മനസ്സിലാക്കി അതൊക്കെ ഒരു കഥാപാത്രങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ അജയനും വിജയനും എന്ന് പറഞ്ഞത്. അജയനും വിജയൻ എന്ന് പറഞ്ഞാൽ ഏട്ടനും അനുജനുമാണ് അജയനും വിജയനും. അതേപോലുള്ള ആളുകൾ കണ്ടുമുട്ടുന്നൊക്കെയാണ് അതിൻ്റെ കഥ. അതേപോലെ അയോധ്യ, പ്രേം നസീർ സാറിൻ്റെ പടമാണ്. അപ്പോൾ അയോധ്യ വിട്ടൊരു ശ്രീരാമൻ അയോധ്യ വിട്ടൊരു, കാരണം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷമുള്ളൊരു പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഭയങ്കര ഫീൽ ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് കഥാപാത്രങ്ങളാണ്, കഥാപാത്രങ്ങളെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണ് ഈ പറഞ്ഞ എല്ലാ സിനിമകളിലേക്കും നമ്മൾ ഇങ്ങനെ കയറി. പിന്നെ കുറച്ച് വലുപ്പം വന്നപ്പോൾ മുതിർന്നതിന് ശേഷം കാഴ്ചകൾക്ക് വ്യത്യാസം വരാൻ തുടങ്ങിയപ്പോഴാണ് അതല്ല, കഥാപാത്രങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് സിനിമയുടെ ഒരു വിശാലതയും ഉണ്ടെന്നും ഒക്കെ ആ ഗ്രാമറൊക്കെ മനസ്സിലാവുന്നതും അങ്ങോട്ടൊക്കെ അത്തരം സിനിമകളൊക്കെ കാണാൻ തുടങ്ങുന്നു. അപ്പോൾ അടൂർ സാറിൻ്റെയും അരവിന്ദൻ സാറിൻ്റെയൊക്കെ സിനിമകളൊക്കെ അതൊക്കെ അന്നത്തെ ഉച്ചപ്പടങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന പടങ്ങളാണൊക്കെ. ചില പടങ്ങളൊക്കെ നമ്മൾ അഭിപ്രായം കേട്ടിട്ട് രണ്ടാമത് ന്യൂൺ ഷോ വരും ചില പടങ്ങൾ. അപ്പോഴൊക്കെയാണ് നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ജനിച്ച ചില പടങ്ങളൊക്കെ വീണ്ടും കാണും. ഇപ്പൊ വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, അത് ഞാൻ രണ്ടാമത്തെ വരവിലൊക്കെ ഞാനൊക്കെ, കാരണം അന്ന് നമ്മൾ ചെറിയ കുട്ടികളാണ്. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ വരുമ്പോൾ അപ്പം അന്ന് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഇങ്ങനൊരു സിനിമ ഉണ്ട് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് അത് വീണ്ടും വരും. ഇങ്ങനെ ആ സമയത്ത് ചില സിനിമകൾ ന്യൂൺ ഷോ വരും, 12 മണിയുടെ ഷോ, അപ്പം വീട്ടിൽ കാണും. അങ്ങനെയാണ് വീണ്ടും അത്തരം സിനിമകളൊക്കെ കാണും. എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കുട്ടിക്കാലം, യൗവനം, ഇവിടെ എല്ലാം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു ഫയർ തരുന്ന എന്തെങ്കിലും എലമെന്റ്. അപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, സൗഹൃദങ്ങളായിരിക്കാം, പ്രണയമായിരിക്കാം, സിനിമയായിരിക്കാം, ആർട്ടായിരിക്കാം, എന്ത് വേണ്ടായിരിക്കാം. അങ്ങനെ ഹരീഷ് ചേട്ടന് ഇങ്ങനെ മുന്നോട്ടുള്ളൊരു ഡ്രൈവ് തന്നത് എന്തായിരിക്കും?
ഒരു യൗവന ടൈം പീരീഡിലൊക്കെ? നാടകം. നാടകം. കാരണം ഞാൻ ചെറുപ്പം മുതലേ നാടകം കളിക്കും, ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ. അപ്പം അതൊരു വല്ലാത്ത ഒരു എന്താ പറയുക, ഒരു ആഗ്രഹവും നുണയും ആർത്തിയൊക്കെ ആയിരുന്നു അതിനോട്. അത് എന്തിനാണെന്ന് ചോദിച്ചൊന്നും പറഞ്ഞാൽ അഭിനയിക്കാനുള്ള താല്പര്യം, അഭിനയിക്കുക. ഇപ്പം ഞാൻ സിനിമയൊക്കെ കണ്ടു വന്നിട്ട് ആ ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞാൻ വന്ന് കണ്ണാടിയിൽ മുന്നിൽ അഭിനയിക്കും. എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, അവരുടെ ഡയലോഗുകൾ ഒക്കെ പറഞ്ഞു അഭിനയിച്ച് നോക്കും നമ്മൾ തന്നെ കണ്ണാടിയുടെ മുന്നിൽ. അപ്പം അതൊരു സന്തോഷമാണ്. ഒറ്റ വാതിലൊക്കെ അടച്ചിട്ട് ആരും കാണാതെ ചെയ്യാന്ന് മാത്രമാവും. പിന്നെ ഏകദേശമൊക്കെ നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വീട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ചിലപ്പോൾ ഒരു പോടാന്നൊക്കെ പറയും. അങ്ങനെ അത് നമ്മളൊരു ശീലമായിരുന്നു. അങ്ങനെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യം. ഹരിച്ചേട്ടാ, ഈ തിയേറ്റർ എന്ന് പറയുമ്പോൾ സിനിമയായിട്ടും നാടകമായിട്ടും ലിങ്ക്ഡാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതിനോട് അറ്റാച്ച്മെൻറ്റ്? സ്വാഭാവികമായിട്ടും നാടകത്തിൽ നിന്ന് വന്ന മനുഷ്യനല്ലേ ഞാൻ. നാടകം എന്ന് പറയുമ്പം നിങ്ങളൊരു ആക്ടർ അല്ലെങ്കിൽ പോലും നിങ്ങളെ ഒരു ആക്ടറാക്കി മാറ്റിയെടുക്കാനും പറ്റുന്ന ഒരു വലിയ ഭൂമികയാണ്. അതിനുള്ള ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് മാത്രമല്ല, അതിനോട് ക്ഷമയോടുകൂടി ട്രെയിനിങ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾക്കത് നിങ്ങളുടെ കയ്യിലുള്ള ആയുധം വളരെ മൂർച്ച കൂട്ടി ശക്തമാക്കി കയ്യിൽ തരും. അതിനുള്ള സമയമുണ്ട്. ഇപ്പം നിങ്ങൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നാടകത്തെ സംബന്ധിച്ചോളം പരിഭവങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വരൂ, ചെയ്തോളൂ, ഞങ്ങൾ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, പറ്റില്ലെങ്കിൽ പോയിക്കോളൂ, ഇത്രയേ ഉള്ളൂ. അവിടെ വേറെ ആളുകൾ വരും. പക്ഷെ നാടകം കളിക്കണം. കളിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്ന സിനിമയിലേക്കും ഇവിടേക്കും, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അഭിനയത്തിൻ്റെയൊക്കെ വിവിധ മൂർച്ചയേറിയ ഓരോരോ തലങ്ങൾ, എത്ര തലങ്ങളുണ്ട്, എത്ര ലെവൽസ് ഉണ്ടെന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. സിനിമയിലൊക്കെ പോകണമെങ്കിലും അഭിനയിക്കണമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഒരു നാടകമെങ്കിലും കളിച്ചിരിക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. ഈ നാടകക്കാരൊക്കെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നാടകാഭിനയാണെന്ന് വിമർശനം എപ്പോഴും കേൾക്കാറുണ്ടല്ലോ. അത് നാടകം കാണാത്തവർ പറയുന്നത്. പുതിയ നാടകങ്ങളൊന്നും കാണാത്തവരാണ് ഈ പറയുന്നത്. സത്യത്തിൽ നമ്മുടെ സിനിമയെക്കാളും ഒരു 20 കൊല്ലം മുൻപേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നാടകം. നാടകം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മലയാളത്തിൽ അഭിനയിച്ചുള്ള നാടകം. അത് അതിനൊക്കെ എന്നോ നാടകത്തിൽ ചെയ്തു വെച്ച സാധനങ്ങളൊക്കെയാണ് ഇപ്പം നവ സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ. അതുകൊണ്ട് സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷേ നാടകം അതൊക്കെ പലതും കൈകാര്യം ചെയ്ത്, അപ്പം നമ്മളൊക്കെ തന്നെ എത്രയോ വളരെ പരീക്ഷണാത്മകമായ നാടകങ്ങളും ജനങ്ങൾ സ്വീകരിച്ച നാടകങ്ങളും കളിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്നത്. നാടകം ഒരു കലാപമാണെന്ന് ഒരു ക്യാരക്ടർ പറഞ്ഞിട്ടുണ്ട്. ഈ ഡയലോഗ് ഓർമ്മയുണ്ടോ? എൻ്റെ നടൻ സിനിമയിലെ എൻ്റെ ക്യാരക്ടറാണത്. KPSC ഭരതൻ. അതെ, KPSC ഭരതൻ. നടൻ കുറച്ചുകൂടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കില്ലേ? നടൻ സിനിമ എനിക്ക് വലിയൊരു അംഗീകാരമായിരുന്നു അത്. കാരണം കമൽ സാർ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞത്, ആ ക്യാരക്ടർ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, മുരളിയാണെങ്കിൽ മരിച്ചുപോയി, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ലെഫ്റ്റ് കണ്ടത്. അപ്പോൾ വളരെ സമാധാനം, അങ്ങനെയാണ് ഹരീഷിനെ വിളിക്കുന്നതെന്നാണ് കമൽ സാർ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ അംഗീകാരമായിരുന്നു. നല്ല രസമുള്ള ഒരു ഷൂട്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ. ഈ സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുന്ന പോലെ സിനിമയ്ക്കുള്ളിലെ നാടകം, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ വീണ്ടും ക്യാമറ വെച്ച് ആടുകയാണല്ലോ. അതെ, ക്യാമറ വെച്ചാണ് ഞങ്ങൾ സ്റ്റേജിൽ. പിന്നെ KPSC പോലുള്ള വലിയൊരു ബാക്ക്ഗ്രൗണ്ടിലും കൂടിയാണല്ലോ അത് കളിക്കുന്നത്. അതിൽ പെട്ടി, ആ കാലത്തുള്ള പെട്ടി വായന ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു നടൻ ഇങ്ങോട്ടും മാറി അയാൾ കഥാപാത്രമാവുന്ന ഭാഗങ്ങൾ ഒരു ചെറിയൊരു സ്ഥലമാണല്ലോ. ഒരു അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ഭംഗിയായി ചിത്രീകരിച്ച ഒരു സ്ഥലം. അത് നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ നാടകക്കാരായതുകൊണ്ട് നമുക്ക് ഭയങ്കര കൊതിയോടുകൂടി ചെയ്ത സാധനങ്ങളാണ്. ഈ നാടകക്കാർ ഇപ്പോൾ പറയുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് പറയാമല്ലോ. നാടകം കളിച്ച് സിനിമയിലിട്ട് വരുന്ന ആളുകൾ, നാടകക്കാർക്ക് അല്ലെങ്കിൽ നാടകം കളിച്ച് വരുന്നവർക്ക് വേണ്ടത്ര ഒരു സ്ഥാനം സിനിമയിലുണ്ടോ ശരിക്കും? സിനിമ ഞാൻ പറഞ്ഞല്ലോ, സിനിമ എപ്പോഴും വലിയൊരു തിരക്ക് പിടിച്ച വളരെ ഫാസ്റ്റായി ഓടിക്കൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ്. അപ്പം അതിന് എല്ലാ ആയുധങ്ങളും നിങ്ങൾ ഒരുക്കിയിട്ട് വേണം അതിലേക്ക് കയറാൻ. അവിടെ ഒരു സെക്കൻഡൊക്കെ ഒരു സ്റ്റേഷനിൽ നിർത്തുള്ളൂ, അടുത്ത അങ്ങനെ പോകുന്നൊരു ഇതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആയുധത്തിന് മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ സീറ്റ് കിട്ടും. സീറ്റ് കിട്ടാത്തതിന് പിന്നെ ആ ട്രെയിനിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ്, ആ ട്രെയിനിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ നാടകമൊക്കെ കളിക്കണം എന്ന് പറഞ്ഞത്.
പിന്നെ നാടകക്കാരനാണെന്ന് വിചാരിച്ചിട്ട് സിനിമയിൽ വരുമ്പം തന്നെ സിനിമ താല്പര്യമായിട്ട് സ്വീകരിക്കണം എന്നൊന്നുമില്ല. അവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നിലനിൽക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു വേറൊരു മേഖലയാണല്ലോ, അല്ലാതെ നാടകക്കാരനാണ് എല്ലാ നാടകക്കാരും ഓരോ. പക്ഷെ സിനിമയിലെ സത്യത്തിൽ നമ്മുടെ മലയാള സിനിമയൊക്കെ നാടകക്കാരൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. നിങ്ങളൊരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ആളുകളാണെന്ന് അറിയുമ്പം തന്നെ കുറച്ചുകൂടി ഒരു ഈസി ആയിട്ട്, പഴയ കാലത്തെ പോലും കൂടിയല്ല, കുറച്ചുകൂടി നല്ല ഇപ്പോൾ രീതിയിലൊക്കെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 ഓപ്ഷൻ തരാം, ഒരെണ്ണം ചൂസ് ചെയ്യാം. ആക്ടിങ്, ബിഹേവിങ്. ഈ ബിഹേവിങ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ സത്യത്തിൽ ഇതിലില്ല, കലയിലില്ലാത്തൊരു വേർഡാണ്. അതെങ്ങനെയാണ് ഇതിലേക്ക് വന്നതെന്നുള്ളത് വെച്ചാൽ ഇവരിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ടൊക്കെ വന്ന് പോയതായിരിക്കാം. ആക്ടിങ് ആണ് ഉള്ളൂ, അഭിനയിക്കുക. അണ്ടർ ആക്ടിങ്, ആക്ടിങ്, ഓവർ ആക്ടിങ്, ഇങ്ങനെ വ്യത്യസ്ത ശാഖകളാണ്. അപ്പോൾ ഇവിടെ ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ വലിയ തെറ്റായൊരു സാധനം ചെയ്യുന്ന പോലെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞാൽ വൃത്തികേടാണെന്നാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അങ്ങനെയല്ല, അതൊരു ശാഖയാണ്. ആ ശാഖയിലാണെങ്കിൽ അതിൻ്റെ നാച്ചുറാലിറ്റി വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഓവർ ആക്ടിങ്ങിലാണെങ്കിൽ അതിനൊരു നാച്ചുറാലിറ്റി ഉണ്ട്, അത് വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിൽ നാടകവും കുറച്ച് ഓവർ ആക്ടിങ് ആണല്ലോ. ഈ വലിയ ഓഡിറ്റോറിയത്തില് പുറകിലിരിക്കുന്നവന് വരെ ഇത് കാണണം, കേൾക്കണം, അറിയണമെങ്കിൽ അങ്ങനെയുണ്ട്. പക്ഷെ അതല്ലാത്ത നാടകങ്ങളുണ്ട്. ഇപ്പം നമ്മളൊക്കെ ചെയ്ത നാടകങ്ങളൊക്കെ കുറേയൊക്കെ അങ്ങനെയൊന്നും അല്ലാത്ത നാടകങ്ങളാണ്. വളരെ പപ്പുണ്ണികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞതാണെന്ന് തോന്നുന്നു. സ്റ്റേജിൽ വെച്ച് ഇംപ്രൂവൈസ് ചെയ്ത് പറഞ്ഞാൽ തോന്നുന്നു. അല്ല, വെൽ പ്ലാൻഡ് ആയൊരു സാധനം, ഒരു നോട്ടം പോലും ചലം പോലും. പക്ഷെ അങ്ങനെയുള്ള ആക്ടിങ് ആണത്. ഇപ്പം സാധാരണ പോലെ സംസാരിക്കുന്ന പോലെ ആണ് അതിൻ്റെ ഇതൊക്കെ. ഇപ്പോൾ ഒരു ഹോട്ടൽ രംഗങ്ങളും സീനൊക്കെ ഒരു ഇതിൽ ഒരു ലക്ഷ്യം വെച്ച് പോവുകയാണല്ലോ. ഒരു ഇതെടുക്കാൻ മാജിക് നടത്താൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിലാണ് അവർ ഹോട്ടലിലെത്തുന്നത്. ഹോട്ടലിലെത്തുമ്പോൾ അവർ വന്നത് എന്തിനാന്ന് മറന്നു പോകും. കാരണം അവിടെ ഫുള്ള് ആളുകൾ പൊറാട്ടയും ചാപ്സും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ അവിടെ ഇരുന്നിട്ട് പറയുന്ന ഓരോന്നും ജനം ചിരിക്കെങ്കിൽ അവർ കരയാണ്. അവർ കരയുമ്പോൾ ജനം ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവർ പൊറാട്ട മുന്നിൽ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട് ഒരാളെ വിശന്നിട്ട്. ഒരു ചായയാണ് ഓർഡർ ചെയ്യുന്നത്, 2 ആൾക്കും കൂടി ഷെയർ ചെയ്യാണ്. ആ മുന്നിലിരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, പൊറാട്ട ശരിക്കും ഇങ്ങനെയൊന്നും അല്ലടാ തിന്നുക. ഈ പൊറാട്ട ശരിക്കും എന്താ ചെയ്യേണ്ട അറിയാം? ഈ പൊറാട്ടേനെ ഇങ്ങനെ പീസ് പീസ് കൂട്ടാണ്. ഇതിലെവിടെ ഓവറാക്ടിങ് കണക്റ്റഡ് അല്ലേ? അതാണത്. ആ ഒരു സംഭവത്തെ വെച്ചിട്ട് ആളുകൾ അതൊക്കെ 3500 വേദികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദി കളിച്ചതും അപ്പുണ്ണി. പിന്നെ അതുകൊണ്ടാണ് അതൊന്നും നമ്മൾ കൊന്നാലെ സമ്മതിച്ചു കൊടുക്കില്ല. നാടകമൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണെന്നൊക്കെ അതിന് കാര്യകാരണങ്ങളുണ്ടാവും. ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ഇത് MT സാറിൻ്റെ അരിങ്ങോടരല്ലേ വടക്കൻ വീരകഥയിൽ കൃത്യമായ ഡയലോഗ് പറയുന്നുണ്ട്. കാണാത്തടവുകൾ കാണുമ്പോൾ കള്ളക്കോൽ എന്ന് പറയുന്നു, അത് പഠിപ്പ് തികയാത്ത ദോഷം. അത്ര തന്നെ പറയാമല്ലോ. ഈ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ജീവിതമാവട്ടെ, ജീവിതത്തിലെ എന്ത് മൊമെന്റ്സ് ആവട്ടെ, സിനിമയാവട്ടെ, ആർട്ടായി ബന്ധപ്പെടുത്തിയൊക്കെ നമുക്കിത് പെയിൻ തരുമ്പോൾ നമുക്കതിൽ സർവൈവ് ചെയ്യാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും ഒരു പ്രത്യേക ഹൈ കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. അങ്ങനെ പെയിനിൽ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണോ ഹരീഷ് പാരടി? അങ്ങനെയല്ല അത് ചെയ്യുന്നത്. സത്യത്തിൽ ആ കഥാപാത്രം ആവശ്യപ്പെടുന്ന ഒരു സ്ഥലമായിരിക്കും. ആ സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഈ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങോട്ട് മാച്ച് ചെയ്യാം, അതിൽ തെറ്റില്ല. ഒരു പക്ഷെ നിങ്ങൾക്ക് ഒട്ടും അറിയാത്തൊരു കാര്യമായിരിക്കും അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടെ പെയിൻ. അപ്പം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അന്വേഷിക്കുക തന്നെ വേണം. അത് അന്വേഷിക്കാണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളൊരു. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യും, നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഇയാളുടെ പെയിൻ എന്നുള്ളത്. അപ്പോൾ എല്ലാ ഇതും നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ച സാധനങ്ങളായിരിക്കില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ ഈ പറയുന്ന വിഷയവുമായിട്ട് ബന്ധമില്ലാത്തൊരു സ്ഥലത്തുള്ള ഒരു വേദനയോ ഒരു ചിരിയോ എന്തോ ഉണ്ടോ, അത് ചിലപ്പോൾ ഇവിടെ കറക്റ്റായിരിക്കും അങ്ങോട്ട് എടുത്തു വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതിന് നമ്മൾ നാടൻ പ്രാക്ടീസും പല രീതിയിലും പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ നിങ്ങളെ നോക്കി കരയുന്നൊരു സീനാണ്, അതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ആ മനസ്സുകൊണ്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ആകുന്ന ഒരു സംഭവം, അത് സാധാരണ ഒരു രീതിയാണ് അതിലേക്ക് എത്തുക എന്നുള്ളത്.
അതല്ലാത്ത നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യിപ്പിക്കും. അവിടെയുള്ള ഈ വിഷയമായിട്ട് ബന്ധമേ ഇല്ലാത്ത ഒരു സാധനം വെച്ചിട്ട് നിങ്ങളത് ചെയ്യണം. നിങ്ങളെ എന്തെങ്കിലും പരിഹസിക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് നിങ്ങൾക്ക് കരയണം. നിങ്ങളെ ഒരു സുഹൃത്തിനെ ഭയങ്കരമായിട്ട് കളിയാക്കുക, നിങ്ങൾ അങ്ങോട്ട് കളിയാക്കി നിങ്ങൾ കരയണം. മനസ്സിലാവുന്നു? ഈ രണ്ടും ഒരേ സാധനമാണ് ഉണ്ടാക്കാറ്. അതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ ഡയലോഗ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഡയലോഗ്സ്, ആ ഡയലോഗ്സിനെ നമ്മൾ പാട്ടാക്കി മാറ്റണം. അങ്ങനെ വലിയ പാട്ടുകളാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഭയങ്കര ബോറടി തുടങ്ങും. പിന്നെ അത് കുറേ പ്രാവശ്യം ഇങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ ഒരു സംഗീതം വരാൻ തുടങ്ങും, അതിൻ്റെ ഒരു താളം വരാൻ തുടങ്ങും. അപ്പോൾ അതിനോട് നിങ്ങൾ വല്ലാതെ റിലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സംഭാഷണങ്ങളിലൂടെ അയാളുടെ അതിലേക്ക് അങ്ങനെ പല വഴികളിലൂടെയും പോവാൻ മതി. ഒരു നാടകഗാനം പാടാമോ? പാടത്തിൻ്റരികത്ത് പൂന്തോട്ടമുറ്റത്ത് വീടുള്ള പെണ്ണേ കരിമണ്ണിൻ്റെ പോലത്തെ ചുണ്ടിൻ്റെ താഴത്ത് മറുകുള്ള പെണ്ണേ, നിന്നോടെന്തോ എന്തോ എന്തോരിഷ്ടം തോന്നി, എന്നോടിഷ്ടം കൂടാമോ, എന്നെക്കാളിഷ്ടം നൽകാലോ, മുഖത്തെ മറുക് ഹൃദയത്തിൽ വയ്ക്കാലോ, പൂച്ചത്തള്ള പൂച്ചക്കുട്ടിയെ നോക്കും പോലെ നിന്നെ പോറ്റാലോ. പാടത്തിൻ്റരികത്ത് പൂന്തോട്ടമുറ്റത്ത് വീടുള്ള പെണ്ണേ. ഇപ്പം ഈ നമ്മൾ നോക്കുമ്പോൾ ഈ വിഷനാണല്ലോ നമ്മളിപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. ആ വിഷനിലാണ് നമ്മൾ ലോക്കാവുന്നത്. ഈ വാലിബം വരുമ്പോഴും ഇതിൻ്റെ ഈ ഒരു അമർ ചിത്രകഥ സ്വഭാവം, ഏതോ ദേശം ഏതോ കാലം, വാലിബനിൽ ഹരീഷ് പാരിയുടെ ആക്ടറെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് എന്തായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് റെഫറൻസ് ചരിത്രത്തിൽ എന്തെങ്കിലും ഉണ്ടാവും, മറ്റേതാണ് റിയലിസ്റ്റിക് സംഭവമാണെങ്കിൽ നമ്മൾ അറിയുന്ന കഥാപാത്രങ്ങളായിരിക്കും. ഇതിലങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇതൊരു നാടോടി കഥയാണ്, ഒരു കെട്ടുകഥയാണ്. അപ്പോൾ ഇയാളെ പരിചയപ്പെടാൻ വേറെ വഴികളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളെ തന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച് തുടങ്ങി ജീവിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അയാൾ എന്താണെന്ന് നമ്മൾ അറിയാൻ തുടങ്ങുന്നുള്ളൂ. എനിക്ക് ഷൂട്ടിംഗ് തീരുന്നതോടെയെങ്കിൽ ചിലപ്പോൾ ഇയാൾ തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറയില്ല, അതിൻ്റെ ഒരു തുടർച്ച. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, സാധാരണ സിനിമകളെ പോലെ നമ്മൾ ജോയിൻ ചെയ്ത് 4 ദിവസം കഴിഞ്ഞ് വർക്ക് ചെയ്ത് തിരിച്ചു വരും, അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ. ജോയിൻ ചെയ്ത് അന്ന് മുതൽ, അത് കൊല്ലത്തിൻ്റെ തുടക്കം മുതൽ 6 മാസത്തോളം നമ്മൾ ഒന്നിച്ചുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ ഞങ്ങൾ കഥാപാത്രങ്ങളൊക്കെ പരസ്പരം പരിചയപ്പെട്ട് ഞങ്ങളിതൊക്കെ തമ്മിലൊരു അതൊരു യാത്രയാണ്, സിനിമയിലും ഒരു യാത്രയാണ്. അപ്പം അങ്ങനെ തന്നെയായിരുന്നു അത് പോയി. അതുകൊണ്ട് അത് സ്വാഭാവികമായിട്ടും വളർന്നു വന്നൊരു പ്രക്രിയയായിട്ട്. ഏറ്റവും കൂടുതൽ കാലം സ്പെൻഡ് ചെയ്ത ലൊക്കേഷൻ പക്ഷേ വാലിബൻ തന്നെ. തീർച്ചയായിട്ടും വാലിബനാണ്. വാലിബനാണ് അത്രയും ഇത്ര അടുപ്പിച്ച് ഒന്നിച്ച്. അതിനെ മുന്നേ ഒരു 2 മാസം അടുപ്പിച്ച് നിന്നത് മെർസലായിരുന്നു വിജയുടെ പുറത്തൊക്കെ. ഈ വാലിബൻ പോലെയുള്ളൊരു കഥാപാത്രം ചെയ്യുന്നു, വാലിബനിലെ പോലൊരു കഥാപാത്രം ചെയ്യുന്നു, അത് തരുന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, പുതിയ കഥാപരിസരം, സെറ്റിങ്, ഇതിനോടൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നതിന് ശേഷം ഈ ഹാങ് ഓവർ അത് കൂടെ ഉണ്ടോ? ഉണ്ട്. അയാള് ആ സിറ്റുവേഷൻ, ആ കഥ പറഞ്ഞ പരിസ്ഥിതിയൊക്കെ വളരെ ഭയങ്കര ആത്മബന്ധം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ പറയുന്ന പോലെ പെട്ടെന്നൊരു ദിവസം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോകും മറിച്ചുകളെന്നൊക്കെ നമുക്ക് അറിയാം. എന്നാലും അത് സ്വാഭാവികം സംഭവിക്കുമെങ്കിൽ പോലും ഇടയ്ക്കതിങ്ങനെ വരും. അവർ ആ യാത്ര നടത്തിയ സ്ഥലം ഒക്കെ, ആ ഒരു താമസിച്ച സ്ഥലങ്ങൾ ഒക്കെ വല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്ന മരുഭൂമിയൊക്കെ അല്ലേ, ജയ്സാൽമീർ, പൊക്രാൻ. അപ്പോൾ അതൊക്കെ കുറച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവചേട്ടനോട്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും സക്സസ് പാർട്ടി അവിടെ ഈ ശരിക്കും ഹാങ് ഓവർ നല്ലതല്ലല്ലോ. നല്ലതാണോ? നല്ലത് ആകുമ്പോൾ അത് 2 വശമുണ്ട്. അത് ഹാങ് ഓവർ എന്ന് പറഞ്ഞാല്
ഇതിപ്പോ നമുക്ക് കുറച്ച് ഹാങ് ഓവർ വേണ്ടേ, എന്നാലല്ലേ എന്താ കഴിച്ചതിന് കാര്യം ഉണ്ടാവുള്ളൂ. വേണം പെർഫോം ചെയ്യുമ്പോൾ ഇത് കയറി വന്നാൽ ഇല്ല, അത് വരില്ല. അതിപ്പോ ഒന്നിൽ നിന്ന് നമ്മൾ പാത്രം ക്ലീൻ ചെയ്തിട്ടല്ലേ അടുത്തയിലേക്ക് പോകുന്നു. കഥാപാത്രമാണ്. അതെ അതെ. അപ്പൊ അത് ക്ലീൻ ചെയ്ത് മറ്റേതൊന്നും പറ്റാതിരിക്കാനാണല്ലോ അത് അടുത്തയിലേക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അത് സംഭവിക്കില്ല. ഞാനതിൻ്റെ ഒരു മാനസിക വ്യാപാരത്തിൽ സ്വാഭാവികമായിട്ടുള്ളത് പോലെ പറയണമെന്നാണല്ലോ. ഈ വാലിബന്റെ ക്യാൻവാസും മോഹൻലാൽ ഇതെല്ലാം പറയുമ്പോഴും എനിക്ക് തോന്നുന്നു ആദ്യം ഹുക്ക് ചെയ്യുന്നത് ഈ ഡിജോ പെല്ലിശ്ശേരിയാണ്. ഒരു അൾട്ടിമേറ്റ്ലി സംവിധായകനാണല്ലോ ഇതിൻ്റെ ഫൈനൽ കോൾ എന്ന് പറയുന്നത്. ഷോട്ടുകളാവട്ടെ, സീനുകളാവട്ടെ, എൻറ്റയർ സിനിമയാവട്ടെ, ഈ ഡിജോ പെല്ലിശ്ശേരി ഫ്രെയിമിൽ ഒരു ഷോട്ടിൽ അഭിനയിക്കുന്നത് മുതൽ എൻറ്റയർ സിനിമ തീർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഹാങ് ഓവർ എങ്ങനെയാണ്? ഭയങ്കര രസമാണ്. ലിജോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഫുൾ ടൈം സിനിമയിൽ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അയാൾക്ക് അയാൾ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ധാരണയുണ്ട്. ആ ധാരണയേക്കാളും അപ്പുറം പുതുതായിട്ട് അവിടെ സംഭവിക്കുന്നതിനെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞാലും പുതുതായിട്ടൊന്ന് ഒരു സാധനം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുമല്ലോ. അത്തരം ക്രിയേഷനുകൾ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പം ചേട്ടൻ എന്നാൽ അവിടെ അത് കുറച്ചും കൂടി അങ്ങനെ ആക്കിക്കൂടെ എന്നൊക്കെയുള്ള പുതിയ സജഷൻസ് വരും. അപ്പം നമുക്ക് അതിലേറെ ഹാപ്പിയാവും. വീണ്ടും അതിനെ ഒന്നും കൂടി പൊന്തിക്കാൻ നോക്കും. അപ്പം അങ്ങനെയുള്ള ഭയങ്കര ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ മനോഹാരിത ഭയങ്കര സുഖം. അല്ലാതെ എൻ്റെ ഫ്രെയിമിങ്ങിന് അങ്ങനെ തന്നെ പോകണം, അങ്ങനെ ഒരു പലരും എഴുതി വെച്ചത് പൊളിക്കാൻ പോലും തയ്യാറാവാത്ത സമയങ്ങളും വരാറുണ്ട്. അപ്പോൾ അത് നിർബന്ധ ബുദ്ധികളിൽ അങ്ങനെ നിൽക്കാതെ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് അതിനെ ഇതാക്കാം, സ്ഫുടം ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ആളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പം ഈ ആർട്ടിനെ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഈ മനുഷ്യന്മാരുടെ കൂട്ടായ്മയിലും ഭയങ്കര ഈ പറഞ്ഞ 6 മാസമൊക്കെ 6 ദിവസം പോലെ പോകുന്ന സ്പീഡിൽ പോകാമല്ലോ. അതിലെനിക്കൊന്നു മോഹൻലാലിനെ പോലെ ഒരു ആക്ടർ ഈ 43 വർഷമായിട്ട് ഇൻഡസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്നു. അതിൽ തന്നെ സിനിമ, നേരത്തെ പറഞ്ഞ നാടകം, എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോയിന്റുകൾ ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. ഈ മോഹൻലാലിൻ്റെ ഒക്കെ ഒരു സ്ക്രീൻ സ്പേസ്, അതും ലെങ്തി ക്യാരക്ടർ ത്രൂ ഔട്ട് സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. ഇതിലെങ്ങനെയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ചുകൾ? ഈ പറഞ്ഞ ഒരു പോയിന്റ് ചിലപ്പോൾ സ്കോർ ചെയ്യാൻ കിട്ടുന്ന ചാൻസുകൾ വരാം. ഇതിലൊരു മത്സരം ഉണ്ടോ ശരിക്കും അഭിനയിക്കുന്നത്? മത്സരമല്ല, മറിച്ച് പരസ്പരം കൊടുക്കൽ വാങ്ങലിൻ്റെ ഒരു മനോഹാരിതയാണ്. പ്രത്യേകിച്ച് ഈ സിനിമയിലൊക്കെ നടന്നത്. ഞാൻ ലാലേട്ടൻ്റെ കൂടെ ചെയ്ത എല്ലാ സിനിമകളിലും നല്ല ക്യാരക്ടേഴ്സാണ്. 6 സിനിമകളിൽ 5 നല്ല ക്യാരക്ടർ, ഒന്ന് മാത്രം ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ബാക്കിയെല്ലാം നല്ല. അപ്പോൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള മനോഹരമായുള്ള ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ കൊടുക്കൽ വാങ്ങലുകളുടെ മനോഹാരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു നോട്ടത്തിലായിരിക്കാം, ചിലപ്പോൾ ഒരു ഡയലോഗിൻ്റെ ഒരു വേരിയേഷൻസിലായിരിക്കാം. അപ്പോൾ അവിടെ ആ സമയത്ത് ഓപ്പോസിറ്റ് ആൾ ചിലപ്പോൾ ഡയലോഗ് ഇല്ലാതെ നിൽക്കുകയായിരിക്കാം. പക്ഷെ അയാളുടെ ഒരു പ്രതികരണമാണ് നമ്മളെ അടുത്തതിലേക്ക് വീണ്ടും കൊണ്ടുപോകും, മനോഹരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുക. അല്ലാതെ ഒരാൾ ഒന്നും ചെയ്യാതെ നിൽക്കുമ്പോൾ പോലും അഭിനയിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവുക അപ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അതാണ് ഈ കൊടുക്കൽ വാങ്ങൽ എന്നല്ല. അത് ഒരു ഡയലോഗ് പറഞ്ഞ അടുത്ത ആൾ ഡയലോഗ് പറഞ്ഞു എന്നുള്ള സാധനം എല്ലാ കാര്യം ഈ കൊടുക്കൽ വാങ്ങലിനെ ഉദ്ദേശിക്കുന്നത്. പ്രേരിപ്പിക്കൽ, അത് മനസ്സും കൂടെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് പോകുമ്പോൾ അതൊരു ഭയങ്കര ഒരു ഓർക്കസ്ട്രയായിട്ട് മാറും. ആ ഓർക്കസ്ട്രയാണ് ഞാൻ എപ്പോഴും ആസ്വദിക്കാറ്. അത് ലാലേട്ടൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു ആക്ടറാണ്. ഈ എഴുതിയിട്ടൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ ഫസ്റ്റ് ലുക്ക് വന്നതെന്ന് എന്നോട് ഐ ലവ് യു എന്ന് പറയുന്ന തരത്തിലുള്ള മൊമെന്റുകൾ ഉണ്ടല്ലോ. അതായത് എനിക്ക് തോന്നുന്നു സിനിമാറ്റിക് മൊമെന്റ്സ് പോലെ റിയൽ ലൈഫിൽ ഈ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീനിൽ നടക്കുന്ന മൊമെന്റ്സ്, കാര്യങ്ങൾ, ഈ നമുക്ക് ഈ ഇൻഹിബിഷൻസ് എല്ലാം പൊടിയുള്ള ഒരു പോയിന്റിൽ ഇത് സ്റ്റാർ അല്ല, കോ ആക്ടറാണ്, നമുക്ക് കുറേ കാലത്ത് അറിയുന്ന ഏതോ മനുഷ്യനാണ്, നമുക്കല്ല നമ്മൾ ചെറുപ്പം തൊട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു മനുഷ്യനാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് ഈ ലൊക്കേഷൻ, അതിൻ്റെ പ്രിമിസ്, അവിടെ നിങ്ങൾ ക്യാരക്ടേഴ്സാണോ അതോ ആക്ടേഴ്സാണോ, അത് ഇതുമല്ലാതെ 2 മനുഷ്യന്മാരാണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈനാമിക്സ്? അത് ഏതാണ്ട് ഞാനും ലാലേട്ടൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞിട്ട് ഞാൻ മനസ്സിലാക്കിയ രീതി, അദ്ദേഹം പഠിക്കുക, മറക്കുക, ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സാധാരണ ആക്ടേഴ്സ് കൂടുതൽ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ പഠിക്കുക, ഓർമ്മിക്കുക എന്നുള്ളത്. അപ്പം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്ന് കളിക്കും. അതുകൊണ്ട് തെറ്റില്ല, സംഭവം നടന്നു പോകും. പക്ഷേ ഇതിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ മറക്കൽ എന്നുള്ള പ്രോസസ്സ് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ചെയ്ത്ത് വരുമ്പോൾ അത് പുതിയൊരു സാധനമായിട്ട് ഉണ്ടാകും. പഠിക്കുക, മറക്കുക, ചെയ്യുക എന്നുള്ള രീതിയാണ് സാധാരണ ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സാധാരണ ആക്ടേഴ്സ് അത് പഠിക്കുക, വീണ്ടും പഠിക്കുക, പിന്നെ ഓർമ്മിക്കുക എന്ന് പറഞ്ഞൊരു പാന നടക്കുക. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുക, സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കും. ഇത് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സൃഷ്ടി പരമായിട്ട് കൂടും, ക്രിയേഷൻ നന്നായിട്ട് നടക്കും, ഒരു പുതിയ സാധനം ഉണ്ടായി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന
ഒരാളായത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ആക്ടേഴ്സും ആയിരിക്കും, ഞങ്ങൾ കഥാപാത്രങ്ങളും ആയിരിക്കും. അത് എളുപ്പത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. ഒരേ സമയത്ത് അത് രണ്ട് കാര്യങ്ങൾ നടക്കും. ചില ആളുകളൊക്കെ ലാലേട്ടനെ പറ്റി പറഞ്ഞു കേട്ടില്ല, ആ സമയത്താണ് തമാശ പറയും, അപ്പം പോയി. അത് ശരിക്കും തമാശ പറയുന്നല്ല, ഞാൻ ഈ പറഞ്ഞ സംഭവം നടക്കുന്നത് അവിടെ, അത് മനസ്സിലാവായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ജഡ്ജ്മെൻ്റാണ് അത്. പുള്ളിയുടെ ഒരു മനഃപൂർവ്വം അല്ലാതെയോ നടക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ ഏറ്റവും ഫ്രഷായ മനോജിനോടൊക്കെയാണ് കൂടുതൽ സംസാരിക്കുക, എന്നെക്കൾ സംസാരിക്കുന്നത്. കാരണം എൻ്റെ അടുത്തൊക്കെ വരാവുന്നതിന് ഒരു ഇതുണ്ടാവല്ലോ. അപ്പോൾ പുള്ളിയൊക്കെ പുതിയ ആളല്ലേ, അപ്പോൾ കൂടുതൽ ഫ്രഷായ കാര്യങ്ങളൊക്കെ കേട്ട് ഇത് കഴിഞ്ഞ് ടക്കുന്ന ഷോട്ടിലേക്ക് പോകുമ്പോൾ വേറൊരു സംഭവം നടക്കും. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. സിനിമയെ സംബന്ധിച്ചോളം അങ്ങനെ എടുത്തെടുത്ത് പോകുന്നൊരു ഭാഗം കൂടി ആണല്ലോ. അപ്പോൾ അത് ആണ് ഈ ഇപ്പോൾ അതിൽ അഭിനയിച്ച് കഴിഞ്ഞ് വന്നു, ഈ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കാണാം ഫേസ്ബുക്കിൽ ബാക്ക് ടു ബാക്ക് എഴുത്തുകൾ വരുന്നു. ഈ എക്സൈറ്റ്മെൻറ്റിനൊരു എൻഡ് പോയിന്റ് ഉണ്ടോ ശരിക്കും ഒരു ആക്ടർക്ക് ഒരു സിനിമ ചെയ്ത് കഴിയുമ്പോൾ? ഉണ്ടായി കഴിഞ്ഞാൽ ആക്ടർക്ക് പോയി നിന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ അത് ഉണ്ടാവണം എപ്പോഴും. അതിങ്ങനെ തുടർച്ചയാണല്ലോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം, ഒരു കഥാപാത്രത്തിന് അടുത്ത കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പക്ഷെ അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ധാരാളം സ്വപ്നം കാണുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതാവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഇത് തീരാത്ത കാലത്തോളം നമ്മളിങ്ങനെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം മമ്മൂക്കയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, എനിക്ക് ഇനിയും പൂതി തീർന്നിട്ടില്ല എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തെ പോലെ ഇത്ര കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് അദ്ദേഹം. അത് പറയാൻ കാരണം അതുകൊണ്ടാണ്, ആക്ടർ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ ഇപ്പോൾ വാലിബലിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഇത്രയും വലിയ സിനിമയാണ്, ഈ ആക്ഷൻ സീക്വൻസ് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ട്രെയിലറിലൊക്കെ നമുക്ക് വിസിബിളാണ് ഈ വലിയ സിനിമയിലെ ആക്ഷനും ചെറിയ സിനിമയിലെ ആക്ഷനും. അങ്ങനത്തെ വ്യത്യാസം ഉണ്ടോ ശരിക്കും? അത് ശരിക്കും ഉണ്ടെന്ന് പറയാം. കാരണം വലിയ സിനിമയുടെ സൗകര്യങ്ങൾ കുറച്ച് വലുതായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആക്ഷനും കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം വരുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ എടുക്കും. ചെറിയ സിനിമയ്ക്ക് അത്ര പറ്റില്ലല്ലോ. പക്ഷെ എന്നാലും ചില ചെറിയ സിനിമകൾ നമ്മൾ ഞെട്ടിക്കുന്ന രീതിയിൽ എടുക്കാറുണ്ട്. അത് അവർക്കറിയാം, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ. ഈ അടുത്ത കാലത്ത് ഓളവും തീരും എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അത് ഭയങ്കര ബഡ്ജറ്റ് സിനിമയല്ലേ, ചെറിയൊരു സംഭവമല്ലേ. പക്ഷെ അതിൽ ഞാനും ലാലേട്ടനും കൂടി ഒരു ഉഗ്രൻ അടിയുണ്ട്, ഒരു നാടൻ അടി. അത് കമ്പോസ് ചെയ്ത ലാലേട്ടനാണ്. പക്ഷെ അത് ഭയങ്കര രസമുള്ളൊരു അടിയായിരുന്നു. ഞങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങനെ ആ സാധനം ചെയ്തുകൊണ്ടിരിക്കും. ഈ വാലിബലിന്റെ ഫൈറ്റിലോട്ട് വരുമ്പോഴോ അതിലും ഈ പറഞ്ഞ വലിയ ലാർജ് സ്കെയിൽ സ്വഭാവമുള്ള, കാരണം അത്ര സൗകര്യങ്ങളുള്ള വലിയ പടം തന്നെയാണ്. അപ്പം അതുകൊണ്ട് അതിനെ എല്ലാ സൗകര്യങ്ങളും വെച്ചിട്ടുണ്ട്. വിക്രം മോറും സുപ്രീംസ് എന്ന് പറഞ്ഞ രണ്ടുപേരായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ അത് വലിയ സംഭവം. പിന്നെ വലിയ ക്യാൻവാസാണ്. എല്ലാം ഇപ്പോൾ ലിജോ പറഞ്ഞ പോലെ എല്ലാത്തിലും 500, 1000, 2000 ആളുകളൊക്കെ ഉള്ള ഫ്രെയിമുകളൊക്കെയാണ്. എല്ലാ ദിവസവും ഉണ്ടാവും അത്ര ആർട്ടിസ്റ്റുകളൊക്കെ. ഈ ആക്ടേഴ്സ് എപ്പോഴേ ഇപ്പോൾ അദ്ദേഹമായിരിക്കുന്ന നാട്, അതിൻ്റെ എസെൻസ്, ഫ്ലേവറുകളൊക്കെ കൊണ്ടു നടക്കാറുണ്ട് പലപ്പോഴും പല ക്യാരക്ടറുകളൊക്കെ. അയാളാക്കിയ ബാക്ക് ഡ്രോപ്പുകൾ, സെറ്റിങ്ങുകളൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. ഹരീഷേട്ടൻ്റെ പല ക്യാരക്ടേഴ്സിലും ഒരു ഐഡൻറ്റിറ്റി ബ്രേക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഹരീഷ് അവിടെ ഇല്ല, പലപ്പോഴും അത് മങ്ങാട്ടച്ചനാണ്. ഇപ്പോൾ റെഡ് ചില്ലീസിലെ ഫ്രാങ്കോ പറയുമ്പോൾ ഫ്രാങ്കോ ആണ്. ഈ മാറ്റങ്ങൾ വരുന്നുണ്ട് വളരെ ഡെലിബറേറ്റ്ലി, വളരെ കോൺഷ്യസ് ആയിട്ട്. ഈ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ശ്രമം ഉണ്ടോ ശരിക്കും ഒരു ആക്ടർക്ക്? തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഈ നിരന്തരമായ നാടകം കളിച്ചതുകൊണ്ടും അതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് കുളൂർ സാറിൻ്റെ കീഴിൽ, ജയപ്രകാശ് കുളൂർ സാറിനെ പോലുള്ള ഒരു മനുഷ്യൻ്റെ കീഴിൽ 4 വർഷം ഗുരുകുലയൊക്കെ പഠിച്ചുകൊണ്ട് കണ്ട് അതിൻ്റെ ഗ്രാമർ മനസ്സിലാവുന്നത്. ആ ഗ്രാമർ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് വളരെ ബോധപൂർവം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അങ്ങനെ അഹങ്കാരമായിട്ട് പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ആ കഥാപാത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡയറക്ടർ പറഞ്ഞു തരുമ്പോൾ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിന് ഈ പഠനമാണ് നമ്മളെ സഹായിച്ചത്. അയാൾ ഇന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നോക്കിയാൽ മതി. അല്ലാതെ വെറുതെ അയാളെ ആവശ്യമില്ലാത്ത സാധനങ്ങളിലേക്കൊന്നും യാത്ര ചെയ്യേണ്ട കാര്യമില്ല. അയാൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ്, ഇതിൽപ്പെട്ട ആളാണ്, ഓക്കെ പോവാവുന്ന. അങ്ങനെ ഉണ്ട് ഗ്രാമർ പഠനം എന്ന് പറഞ്ഞ സാധനം അങ്ങനെ നടക്കും. അപ്പം അത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അത് നടത്തുന്നത്. പിന്നെ നമ്മൾ ഈ കഥാപാത്രമായിട്ടാണല്ലോ സംവദിക്കുന്നത്. അപ്പം അയാളാണ് പറയുന്നത് നമ്മളോട്. നമ്മൾ സത്യത്തിൽ നമ്മളെ ബോഡി മാത്രം കൊടുക്കുകയാണല്ലോ. രൂപമില്ലാത്ത ഒരു മനുഷ്യൻ, രൂപം മാത്രമേ ഒരു നടനോട് ആവശ്യപ്പെടുന്നുള്ളൂ. വികാരങ്ങൾ മുഴുവൻ അയാളുടേതാണ്. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി നമ്മളോട് പറയും, ഞാനിങ്ങനെയാണ് ഇരിക്കുക, ഞാനിങ്ങനെയാണ് ചിരിക്കുക, ഞാനിങ്ങനെയാണ് കിടക്കുക, ഞാൻ ചില സമയങ്ങളിൽ
നടക്കം ഇങ്ങനെയാണ്. ചില സമയത്ത് ഓടും ഞാൻ, മറ്റുള്ളവരോട് ഞാൻ ദേഷ്യം പിടിക്കും വല്ലാതെ, ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയും. അപ്പോൾ ഇയാളാണ് പറയുക. അപ്പോൾ ഇയാളെ പരിചയപ്പെടാൻ എളുപ്പം ആനൊരു ഗ്രാമറുണ്ട്, ആ റൂട്ടിലൂടെ പോയി കഴിഞ്ഞാൽ തന്നെ പറയാൻ തുടങ്ങും. ആ പറച്ചിലാണ് കാര്യങ്ങൾ ഈസിയാവുക. ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടർ സ്റ്റഡി ഭയങ്കര പ്രധാനപ്പെട്ടതാണ് അഭിനേതാവിന്. ഇപ്പം ഡയലോഗ് പഠിക്കുന്നതിനപ്പുറം നമ്മൾ ഈ ക്യാരക്ടറിന് പഠിക്കുക എന്നുള്ളത്. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പണ്ട് അൽപാച്ചിനൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്കാർഫേസിലെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ഞാൻ റിയൽ ആയിട്ടുള്ള ഗാങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, ഇവരെ കാണുന്നു, ഇവരുടെ കൂടെ നടക്കുന്നു, ഇതെന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള അപ്രോച്ചുകളിൽ എനിക്ക് ഭയങ്കര ഒരു ആക്ടർ എടുത്ത എഫേർട്ടുകൾ ഭയങ്കര പ്രധാനപ്പെട്ടായി തോന്നിയിട്ടുള്ളത് കൈതേരിയാണ്. കൈതേരിയിൽ എനിക്ക് കൂടുതൽ തോന്നുന്നു ഈ ക്യാരക്ടർ സ്റ്റഡിക്ക് അപ്പുറം ക്യാരക്ടർ സൈക്കോളജി ഫോളോ ചെയ്യുന്നതാണ്. സഹദേവൻ ഇപ്പം എന്ത് ചിന്തിക്കും, സഹദേവൻ ഇപ്പം ഇത് പറയണമെങ്കിൽ ഇയാൾ 10 വർഷം മുന്നേ എന്തായിരിക്കും ലീഡ് ചെയ്തിട്ടുണ്ടാവാം. ഇത്തരം സൈക്കോളജിയുടെ ട്രിഗറിങ് ഞാൻ തോന്നിയിട്ടുണ്ട്. ക്യാരക്ടർ സൈക്കോളജി മനസ്സിലാക്കുക എന്നുള്ളത്, അതിനൊരു പക്ഷേ 2.5 മണിക്കൂർ സിനിമയ്ക്ക് എടുക്കുന്നതിനായിട്ടുള്ള എഫേർട്ട് ഒരു ആക്ടർ കൊടുക്കേണ്ടി വരുന്നില്ല ശരിക്കും. ധാരാളമുണ്ട്. ഇപ്പം നമ്മളൊരു തിരക്കഥ വായിക്കുമ്പോൾ ആ തിരക്കഥയിലുള്ള കാര്യങ്ങളെക്കാൾ ആ തിരക്കഥയിലില്ലാത്ത കാര്യങ്ങളുണ്ടാവും. നമ്മൾ നാടൻ ഭാഷയിൽ, നാടക ഭാഷയിൽ പറയുകയാണെങ്കിൽ കാട് കയറാന്ന് പറയും. അതായത് ഒരു കഥാപാത്രത്തെ കൈ കിട്ടിയാൽ അയാൾ ആ സ്ക്രിപ്റ്റിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറ്റി ചിന്തിക്കുക. ഇപ്പം ഈ സഹദേവനെ പറ്റി പറയുമ്പം തന്നെ സഹദേവനെ പറ്റി പറയുന്നുണ്ട്, സഹദേവൻ്റെ അച്ഛനെ പറ്റി ചാത്തൂനെ പറ്റി പറയുന്നുണ്ട്, ചാത്തൂൻ്റെ അനുജനെ പറ്റി പറയുന്നുണ്ട്, ഇവരുടെ ചാത്തൂൻ്റെ അമ്പൂൻ്റെ അച്ഛൻ രാമനെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ചിന്തിച്ച രാമനെ പറ്റിയാണ്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. രാമൻ എങ്ങനെയായിരിക്കും അയാളുടെ ജീവിതകാലം, അയാളുടെ ഇത് എന്നുള്ള അപ്പോഴേ നമുക്ക് സഹദേവനിലേക്ക് എത്താനും അതിനെ മനസ്സിലാക്കാനും. പിന്നെ ചില സ്ക്രിപ്റ്റുകളിൽ ഇപ്പോൾ ഈ ലെഫ്റ്റിൽ തന്നെ ഈ സഹദേവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. ഇപ്പൊ സഹദേവൻ ഇതൊന്നും കരയരുത്, കണ്ണ് മൂടാണ്ട് കണ്ടോണം അച്ഛൻ പറഞ്ഞിട്ട് ആ പോക്കുണ്ട് അയാളുടെ. അതിനുശേഷം സഹദേവൻ കരഞ്ഞിട്ടില്ല. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്കാണ്, അതാണ് ഈ സൈക്കോളജി എന്ന്, ക്യാരക്ടറിന്റെ സൈക്കോളജി എന്ന് പറയുന്ന സാധനം അവിടെയാണ് തുടങ്ങുന്നത്. അവിടെയാണ് നമ്മൾ അയാളെ പിടിക്കുന്നത്. അയാൾ ഒരു എവിടെയെങ്കിലും വെച്ചൊരു പിടുത്തം കിട്ടും നമുക്ക് ഒരു ക്യാരക്ടറിന്. അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കഥാപാത്രങ്ങൾക്കും ഉത്തരം വരികൾക്കിടയിലുള്ള വായന എന്ന് പറയില്ല, വരികളിൽ ഇല്ലാത്ത വായന അതുണ്ടാവും. അതിന് നമ്മളൊരു ആത്മാർത്ഥ ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അയാൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണ്, അയാളുടെ മനസ്സെങ്ങനെയായിരുന്നു, അയാൾ വീട്ടിലെങ്ങനെയായിരുന്നു സംസാരിക്കുക, അയാൾ പുറത്തെങ്ങനെയാണോ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാവും. ഇപ്പം ജയ് ഗണേഷ് എന്ന് പറഞ്ഞ പടം ഞാൻ ഒരൊറ്റ സീനാണ് ഞാൻ ചെയ്തത്. അത് ഇത് പറഞ്ഞുകൊണ്ട് പറയാറ് കേട്ടോ, ക്യാരക്ടറിനെ പറ്റി വെളിപ്പെടുത്താൻ പറ്റില്ല. അപ്പം രഞ്ജിത്തിനോട് പറഞ്ഞു, ഇങ്ങനെ ഫോണിലൂടെ സംസാരിച്ചു, ഒരൊറ്റ ദിവസം നിങ്ങൾ വേണതിനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പക്ഷെ അയാൾ എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ ഷൂട്ടിങ്ങിന് പോകുമ്പോഴാണ് കാറിലിരുന്നിട്ടാണ് ഞാൻ ഇയാളെ തിരയുന്നത്. എറണാകുളത്ത് ഇങ്ങനെ കുറേ ആളുകൾ കണ്ട് കലൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അയാളെ കിട്ടിയിരിക്കും. ഒരാൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ടക്കിന് അയാൾ കാറ് വന്നപ്പോൾ നിന്നിങ്ങനെ, ഒരു ഓട്ടോ ഡ്രൈവറാണെന്ന് തോന്നുന്നു, കാക്കി ഷർട്ടിട്ട്. അപ്പോൾ എനിക്ക് അയാളെ കിട്ടി. ഞാൻ അയാളെയായിരുന്നു തിരഞ്ഞിരുന്നത്, കാരണം അയാൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അയാൾ എങ്ങനെയാണ് അയാളുടെ ഒരു നടത്തം ഇങ്ങനെ അറിയാൻ വേണ്ടി അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചെറിയൊരു സീനാണത്, സിനിമയിൽ ചെറിയൊരു സീനാണ്. അപ്പോൾ ഞാൻ അവിടെ എത്തി ഉടനെ രഞ്ജിത്ത് വെയിറ്റ് ചെയ്യാന്ന് തന്നെ അപ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക് കവർ കാണാൻ അയ്യോ ഇവൻ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തിരിച്ചു പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, പക്ഷെ ഇത് ചെയ്തപ്പോൾ വേറെ മൂടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പ്ലാസ്റ്റിക് കവർ അതാണ് സാധനം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ കലൂർ ബസ്സാറിൻ്റെ ആളെ കിട്ടിയത്, എങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രഞ്ജിത്ത് ചോദിച്ചു എന്താ അങ്ങനെ, അതിൻ്റെ മുന്നേ അന്വേഷിച്ച് കാണാം. ഞാൻ പറഞ്ഞു അല്ല, അത് രാവിലെയാണ് ഇയാൾ പുറപ്പെട്ടു പോകുന്നവരായിരിക്കും ജോലിക്ക്, അവിടെയാണ് അയാൾ ക്യാരക്ടർ ഉണ്ടാവുക. ഉച്ചയാകുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ അതേ വലൂർ വെച്ചാൽ ഇയാളെ തന്നെ കണ്ടു കഴിഞ്ഞാൽ അയാളെ നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം അയാൾ വേറെ എന്തൊക്കെയോ ജോലികൾ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമ്മർദ്ദങ്ങളൊക്കെ, ഇയാൾ ഫ്രഷായിട്ട് വരുന്നൊരു ക്യാരക്ടർ ഉണ്ടാവും അയാൾ. അത് അങ്ങനെയൊക്കെ ഉണ്ട് ഇതില്. ക്യാരക്ടർ സ്റ്റഡി പോലെ ക്യാരക്ടർ ഹണ്ടും നടക്കുന്നുണ്ട്, ആളെ കിട്ടാനായിട്ട് ചിലപ്പോൾ അങ്ങനെയും നടക്കും. അത് നമ്മൾ വിചാരിക്കാതെയാണ് അത് സംഭവിക്കുക.
ഇതുവരെയുള്ള കരിയറിന് നമ്മളിങ്ങനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് പോലെ എടുത്തു കഴിഞ്ഞാൽ നാടകം, സീരിയൽ, സിനിമ, ഇതിൻ്റെ ഈ സീൻ ഓർഡറുകൾ ഇങ്ങനെ മാറി മാറി വരുന്നു. ഇതിൻ്റെ ഈ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ പല സ്റ്റേജുകളിൽ വരുന്നു. ഇപ്പോൾ എത്തി നിൽക്കുന്ന ഈ ഒരു സീനിൽ നിന്ന് പുറകിലോട്ട് നോക്കുമ്പോൾ മേ ബി തുടക്കത്തിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ഈ നസീർ സാറിൻ്റെ സിനിമയെ കണ്ടിരുന്ന ഓർമ്മയിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ ഇത് തന്നെയാണ് ആഗ്രഹിച്ചത്. നടനാവുക, നാടകം കളിക്കുക, സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹം. സിനിമയും നമ്മൾ അതിൻ്റെ കൂടെ കാണുന്നതാണ്. നടനാവണമെന്ന് ഭയങ്കര ആഗ്രഹത്തിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആവുന്നു ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ആശങ്കകളൊന്നുമില്ലായിരുന്നു. ആളുകൾ നാടകം കളിച്ച് നടക്കുമ്പോൾ അതിനെ കളിയാകും, എനിക്ക് നാളെ സിനിമ ചെയ്യാനുള്ളതാണല്ലോ എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ. അങ്ങനെ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കാം ഇതൊക്കെ വന്നു ചേരുമ്പം അത്ഭുതങ്ങളൊന്നുമില്ല. ഓവറായിട്ട് എക്സൈറ്റഡ് ആവുന്നില്ല. ഇല്ല ഇല്ല, കാരണം അതൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ്, പ്രതീക്ഷിച്ചതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു അത്ഭുതം തോന്നാറില്ല. ആ സാധനം നമ്മൾ അത്രയും സ്വപ്നം കണ്ട ഒരു സാധനം കിട്ടുമ്പം അങ്ങനെ ഇതാ ആവേണ്ട കാര്യമില്ലല്ലോ. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ അന്നേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ടായിരിക്കാം. ഈ ഒരു ആർട്ടിസ്റ്റ്, അത് ഏത് മേഖലയിലാവട്ടെ, അയാൾ പൊളിറ്റിക്കലായിരിക്കണം എന്നത് വളരെ അനിവാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഹരീഷ് പാരടി പൊളിറ്റിക്കലാണോ? തീർച്ചയായിട്ടും. കലാകാരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നൊരു രാഷ്ട്രീയമുണ്ട്. അതാണ് ഞാൻ എല്ലാ കാലത്തും കൊണ്ട് നടക്കാറുള്ളത്. അത് പലപ്പോഴും ഒരു പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ പ്രതിപക്ഷം ആര് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. മനസ്സിലായി. അത് പ്രതിപക്ഷത്തിൻ്റെ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന, വിരൽ ചൂണ്ടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാലം. ഈ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോഴും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ മെജോറിറ്റിയുടെയും വെറുപ്പായിരിക്കും തിരിച്ചു കിട്ടുന്നത്. അതുണ്ടാവും. അത് തിരിച്ചും മറിച്ചും ഒക്കെ നടക്കും. നമുക്ക് പല പേരുകൾ കിട്ടും, നമ്മൾ ഇന്ന ആളുകളായി മാറും. കുറച്ചു കാലം ഒരു പ്രത്യേക ആളുകളായിട്ട് തോന്നും, തിരിച്ചും അവരെ വിമർശിക്കുമ്പോൾ അത് ഇങ്ങോട്ട് മാറും. അങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് സ്വാഭാവികമല്ലേ. അതിൽ നമുക്ക് ഇതാവേണ്ട കാര്യമില്ല. ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ആക്ടറുടെ സാറ്റിസ്ഫാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ സിനിമയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നാടകത്തിലെ ക്യാരക്ടർ, സിനിമ എടുക്കാം, സിനിമയുടെ കഥാപാത്രമായിട്ട് അഭിനയിച്ച് കഴിയുമ്പോഴാണോ, ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴാണോ, അത് ഇതിനെല്ലാം ശേഷം ഓഡിയൻസിൻ്റെ റെസ്പോൺസ് വരുമ്പോഴാണോ, എവിടെയാണ് ഇതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇരിക്കുന്നത്? 2-3 ഘട്ടങ്ങളാണ്. ഇപ്പം നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട്, അതില്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം അത് നമ്മൾ സ്വയം ഇങ്ങനെ ആവിഷ്കരിച്ച ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ചില ആലോചനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വളരെ സന്തോഷമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, 3500ഓളം വേദി കളിച്ച നാടകമാണ് അപ്പുണ്ണികൾ. അത് കാണാത്ത ഒരാളാണ് ഞാൻ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ മാത്രമല്ല കാണാത്തുള്ളൂ. അപ്പോൾ അതേപോലെ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഈ സിനിമ കാണാമെന്ന് അറിയെങ്കിൽ പോലും നമ്മളങ്ങനെ കുറേ മനസ്സിൽ സൂക്ഷിച്ച് വെക്കും, കുറേ കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ഘട്ടമാണ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞൊരു ഘട്ടം. അപ്പോൾ അതിൽ സംഭാഷണം നമ്മൾ ചിലപ്പോൾ അവിടെ ലൈവായിട്ട് ചെയ്തതിൻ്റെ അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാട്ടും നന്നായിട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അത് വലിയ ഒരു പാടാണ്. അത് അതിൻ്റെ മൂഡിൽ ചെയ്യല്ലേ, അതന്നെ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്യല്ലേ, ശബ്ദം കൊണ്ട് ഇങ്ങനെ നിന്ന് ക്രിയേറ്റ് ചെയ്യല്ലേ. അപ്പോൾ അത് അതിലേറെ ടെൻഷൻ പിടിച്ചു. അപ്പോൾ അത് നന്നായിട്ടുണ്ടോയെന്ന് അറിയാൻ അതൊരു ഇതുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഘട്ടങ്ങളാണ്. അതൊക്കെ കഴിഞ്ഞത് സിനിമയായിട്ട് കാണുമ്പം കണ്ടു കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ അതാണല്ലോ ഏറ്റവും അവസാനമുള്ള ഒരു യഥാർത്ഥ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയുന്നിടത്താണല്ലോ. പ്രേക്ഷകനാണല്ലോ. പ്രേക്ഷകനില്ലാതെ എന്ത് നാടകം, എന്ത് സിനിമ ഒന്നുമില്ല. പ്രേക്ഷകനാണ് ഏറ്റവും ടോപ്പിൽ, രാജാക്കന്മാർ എന്ന് പറയുന്നത്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. അവസാന അന്തിമ വിധി എന്ന് പറയുന്ന പോലെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഒരു കരിയർ, അതായത് കരിയർ തന്നെ പറയാം, അത് നാടകമാവട്ടെ, സിനിമയാവട്ടെ, സീരിയലാവട്ടെ, എന്തും ആവട്ടെ, ശരിക്കും ആർട്ടിസ്റ്റിൻ്റെ കരിയറിനൊരു എൻഡ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ സിനിമയിൽ കഴിയുമ്പോൾ ഇത് എൻഡ് നേടി കാണിക്കുന്ന പോലെ അങ്ങനെ ഒരു എൻഡ് ഉണ്ടോ ശരിക്കും ആർട്ടിസ്റ്റിന്? ഇല്ല ഇല്ല, അങ്ങനെ ഒരു എൻഡില്ല. അതിങ്ങനെ ഒരു യാത്രയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. അത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ പോകണം. അതായത് സത്യത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ശരിക്ക് ഒരു വ്യക്തിത്വം എന്ന് പറയല്ലോ നമ്മൾ, നാഴികയ്ക്ക് 40 തൊട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് വ്യക്തിത്വം. സത്യത്തിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു യാത്രയിൽ ആ സ്വന്തം എന്ന് പറഞ്ഞ വ്യക്തിത്വം ഇല്ലാതെയാക്കണം. സ്വയം വ്യക്തിത്വം ഇല്ലാതെയായി മാറണം.
പകരം ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമല്ലേ അത്, അയാളുടെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് അതിങ്ങനെ പ്യൂരിഫൈ ചെയ്യപ്പെടാറുണ്ട്. അതാണ് അതിൻ്റെ ഒരു ആത്മീയ സുഖം എന്ന് പറയുന്നത്. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും സുഖവും ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ നമ്മളതിലിങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറല്ലത്. അതുകൊണ്ടാണ് ഈ ജന്മം നല്ല ജന്മം, ഭാഗ്യം കിട്ടിയ ജന്മം, ഇതൊരു ആർട്ടിസ്റ്റിൻ്റെ ജന്മമായി മാറുന്നത് അതുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ നമ്മളിൽ വിശ്വസിക്കുക എന്നുള്ളൊരു പോയിന്റ് കൂടി ഉണ്ടല്ലോ. ഒരു ആർട്ടിസ്റ്റ് നമ്മളിൽ ഡിപ്പെൻഡ് ചെയ്യുക, നമുക്ക് പ്രയോറിറ്റി തരാന്നുള്ളത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഹരിശയുടെ ഒരു പോയിന്റ് വരെ എത്തിസ്റ്റ് ആയിരുന്നു, അവിടുന്ന് ബാക്ക് ടു വിശ്വാസത്തിലോട്ട് വരുന്നുണ്ട്. ഇങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള ഐഡിയോളജിയിലും കോൺഫ്ലിക്റ്റ് വരുന്നുണ്ടോ? അതല്ല, അത് ഞാൻ ധരിച്ചു വെച്ചിരുന്നതെന്ന് വെച്ചാൽ, ഞാൻ ധരിക്കല്ല, ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നതാണ്. അത് അങ്ങനെ കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ചിന്തകൾ, നമ്മളിത് ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കുകയുള്ളൂ. കല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതിന് ഒരു ഇത് വന്നു, ഒരു ബ്ലോക്ക് വരാൻ തുടങ്ങി ഇങ്ങനെ ചിന്തകളിൽ. കാരണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റേ, ഒക്കെ റിയാലിറ്റി ആയിട്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ അത് നടക്കുന്നതാണ്. ഉള്ളത് ഇല്ലാത്തത് എന്നുള്ളത് ഇങ്ങനെ ഒരു സമരം നടക്കുന്ന സത്യത്തിൽ ഇങ്ങനെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെയാണല്ലോ കലയായിട്ട്. അപ്പോൾ ആ ഒരു ഇത് വല്ലാത്ത പ്രശ്നമായി. അങ്ങനെയാണ് ഞാനത് മാനസികമായിട്ട് തന്നെ അതിങ്ങനെ അതിൽ നിന്ന് ഒരു ചേഞ്ച് വരുന്നത്. അത് പക്ഷേ പഴയ പോലെ തന്നെയുള്ള ഒരു വിശ്വാസത്തിലേക്കല്ല പോയത്, കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു യാത്രയിലേക്കാണ് ഇത് പോയത്. സ്വയം ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തുന്ന നമ്മളിപ്പം മനസ്സിനെ പറ്റി പറയുന്നത് പോലെയാണ്. അപ്പം മനസ്സ് ശരീരത്തിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറിലല്ലേ ഉള്ളത്. അപ്പം സയൻസിൽ നമ്മളൊരു മനസ്സിനൊരു അസുഖം പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോവുക? തലച്ചോറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ലല്ലോ പോകുന്നത്. പിന്നെ മനഃശാസ്ത്രജ്ഞനെയാണ് കാണാൻ പോകുന്നത്. അത് രണ്ടും ഒന്നിച്ചൊരു സ്ഥലത്ത് നടത്തിയാൽ പോരെ? അല്ല, ഓരോന്നിനും ഓരോ പേരുണ്ട് അല്ലേ. മൈൻഡ്, തലച്ചോറ് മറ്റേതാണ്, ബ്രെയിനാണ്. അപ്പോൾ ഇത് രണ്ട് ശാഖകളാണ്. നമുക്കറിയാം, ആധുനിക ശാസ്ത്രം കൊണ്ട് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഒരു 1.5 കിലോ ജെല്ലാണ് ഈ മൈൻഡ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരിക്കലും നമ്മളെ കൂടെ പിറക്കുന്ന ഒരു സാധനമാണല്ലോ ഈ മൈൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്കറിയാം അതിൻ്റെ വരുന്ന അസുഖങ്ങളുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. അതിന് നമ്മൾ ഖരരൂപത്തിലുള്ള ഗുളികകളാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ്, ഇല്ലാത്തതാണോ ഉള്ളതാണോ എന്നുള്ളത് ഒക്കെ വേർതിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് ആ ഒരു ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ ചോദ്യത്തിനെക്കാട്ടും രസം അതിനെ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈശ്വര വിശ്വാസം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ. ഒരു പോയിന്റിൽ ഇതിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് കണ്ട കാലം അത്രയും കോടി ഉണ്ടായിരുന്ന എല്ലാം കളഞ്ഞിട്ട് പുതിയതാണല്ലോ തുടങ്ങുന്നത്. അതൊരു എളുപ്പമുള്ളൊരു പ്രക്രിയയാണോ? ഞാൻ ഇത് രണ്ടും ചെയ്തുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിരീശ്വരവാദിയാണ്, നിരീശ്വര വിശ്വാസിയാണ് എപ്പോഴും ദൈവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം അതില്ല എന്ന് പറയണല്ലോ. എന്ത് ചെയ്യുമ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏറ്റവും അധികം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നവര് നിരീശ്വര വിശ്വാസികളാണ്. ദൈവവിശ്വാസികൾ അത്ര നേരം ചിന്തിക്കുന്നില്ല. ഒരു കാര്യത്തിനോടുള്ള അല്ലെങ്കിൽ അങ്ങനെ അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെ പ്രാർത്ഥന സമയങ്ങളിൽ അതുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞു, അതവിടെ കഴിഞ്ഞു. മറ്റവരെ സംബന്ധിച്ചാൽ അത് അവിടെ അവസാനിക്കുന്നില്ല. ഒരു പോരാടിക്കൊണ്ടേ ഇരിക്കണമല്ലോ, ഇങ്ങനെ നിരന്തരമായി പോരാ. അപ്പം അതിൻ്റെ ഭാഗമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം അങ്ങനെയല്ല അതിനെ കാണുന്നത്. ഇപ്പം ഇത്ര കാലം എല്ലാം അങ്ങനെയല്ലേ, നമ്മൾ മാറ്റിയിട്ടല്ലേ പോകുന്നത്. നമ്മളല്ലോ മൊത്തം ലൈഫ് തന്നെ അങ്ങനെയല്ലേ. ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ 5 കൊല്ലം മുന്നേ നമ്മൾ സൗഹൃദങ്ങൾ ആണോ ഇപ്പോഴത്തെ സൗഹൃദങ്ങൾ? അല്ല, അത് മാറി. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ മാറി. നമ്മൾ പറയും നമുക്ക് മാറ്റമൊന്നുമില്ല, നമ്മളൊക്കെ പഴയ ഒരു പഴയതുമല്ല. നമ്മളെ വീഡിയോ എടുത്ത് വെച്ചിരുന്നെങ്കിൽ കാണായിരുന്നു. നമ്മൾ ഫുൾ ഡേ ഉള്ള ഒരു ക്യാമറ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമ്മളൊക്കെ വ്യത്യാസങ്ങൾ എന്താ നമുക്ക് തന്നെ അറിയാൻ പറ്റുമായിരുന്നു. അത് നന്നായിട്ട് ഓരോ ദിവസവും മാറ്റം നടക്കുന്നുണ്ട്. പഴയതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല. ഒക്കെ പുതിയ ഓരോ ദിവസം നീക്കുന്തോറും പുതിയതിന് വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിച്ചു, അറിയാതെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സിനിമയല്ലാതെ, അഭിനയമല്ലാതെ, നാടകമല്ലാതെ
എന്തായിരിക്കും ഹരീഷ് പാരഡിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം? എനിക്കങ്ങനെ വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല. സത്യത്തിൽ വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല. എനിക്ക് ഇത് തന്നെയാണ് എൻ്റെ ഇഷ്ടം. വേറെ എന്താ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ഇഷ്ടമില്ല. വേറെ ഒരു തരത്തിലുള്ള ഞാനതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട്. എന്താ ഞാൻ എങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരാളായി പോയത് ഇങ്ങനെ. എനിക്ക് ഫുട്ബോൾ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായി. ഫുട്ബോൾ കളിക്കുമായിരുന്നോ? ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല കളിക്കാരനല്ല ഞാൻ ഫുട്ബോൾ, പക്ഷെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കളിയായിരുന്നു. അതല്ലാതെ അതും പിന്നെ ഈ കുറച്ച് പ്രായം കഴിയുമ്പോൾ അതിനോടുള്ള അത്ര ഇതില്ല, കമ്പം കുറച്ച് കുറഞ്ഞു. അല്ലാതെ വേറെ ഇഷ്ടങ്ങളൊന്നുമില്ല എനിക്ക്. ഇത് തന്നെയാണ് ഇഷ്ടം. ഇനിയുള്ള ഒരു കരിയറിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഓരോ സ്റ്റേജിലൂടെ കടന്നാണല്ലോ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ കസാരയിലിരിക്കുന്ന ഹരീഷ് പാരഡിയിൽ എത്തി നിൽക്കുന്നത്. ഇനി ഇങ്ങോട്ടുള്ള മുന്നോട്ടുള്ള കരിയറിനെ പറ്റിയുള്ള ഒരു വിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പം നമ്മളിങ്ങനെ കുറേ അന്യഭാഷകളിലൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ലോ. അന്യഭാഷകളിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം അതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക്, സ്ഥലം മീൻസ് ഈ കഥാപാത്രങ്ങൾ നിൽക്കുന്ന പരിസരങ്ങളിലേക്ക് ഇങ്ങനെ പോകും. ഇപ്പം അങ്ങനെ വന്നൊരു സാധനമാണ് വാലിബൻ. വാലിബൻ സത്യത്തിൽ വളരെ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഭൂമികയിൽ നടക്കുന്ന ഒരു കഥാപാത്രമായുള്ള യാത്രയൊക്കെയാണ്. അതുപോലത്തെ കുറച്ചുകൂടി ഡെപ്തായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അന്യഭാഷകളിലേക്കൊക്കെ പോകണം ഉണ്ട് ഇനിയും. അങ്ങനത്തെ വലിയ വലിയ ക്യാരക്ടേഴ്സായിട്ട്. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് ഇന്ന ക്യാരക്ടേഴ്സ് എന്നല്ല, നമുക്കറിയാത്ത പരിചയമില്ലാത്ത പരിസരങ്ങളിലോട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്തു പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയുള്ള കരിയറിനും വാലിബനും എല്ലാത്തിനും. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു.